ഹായ് ഗായ്സ്. അപ്പോൾ എൻ്റെ വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ വെക്കേഷൻ തുടങ്ങിയാൽ നമ്മുടെ ആദ്യത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ റിലേറ്റീവ്സിൻ്റെയൊക്കെ വീട്ടിലേക്ക് പോയാലല്ലേ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ തൊടുപുഴയിലുള്ള ആൻറ്റിയുടെ വീട്ടിലാണ്. ഈ കാണണതാണ് ബെല്ലയാണെങ്കിൽ ഭയങ്കര ആക്റ്റീവാണ്. എന്നെ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ കുറച്ചു പിന്നെ ഭയങ്കര കമ്പനിയായി. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഈ ആൻറ്റിമാരുടെ വീട്ടിൽ വരുന്നത്. പക്ഷെ അതിൻ്റെ ഒരു എനിക്കില്ലായിരുന്നു. കാരണം അവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഒരു നിമിഷം പോലും ഞാൻ വീട്ടിലിരുന്നിട്ടില്ല, ഫുൾ ടൈം കറക്കായിരുന്നു. എനിക്ക് ട്രിപ്പൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവർ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ എന്നെ കാണിച്ചു. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ചോദിച്ചിട്ട് എനിക്ക് കുക്ക് ചെയ്ത് തന്നു. പിന്നെ ഈ ഹോസ്റ്റലിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ഈ ചക്കയും കപ്പളങ്ങയൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ ആൻറ്റിമാരെല്ലാം എനിക്ക് അത് ഉണ്ടാക്കി തന്നു. എന്നോട് എപ്പോഴും ചോദിക്കുന്നത് എന്താ കഴിക്കേണ്ടതെന്ന്. ഈ ചക്ക കപ്പ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇടുക്കിക്കാരൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണല്ലോ. ഞാൻ കുറേ നാളായി ചക്കപ്പുഴുക്കൊക്കെ കഴിച്ചിട്ട്. പിന്നെ നമ്മൾ ഓരോരോ സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാൻ പോയി. ഇതൊക്കെ എൻ്റെ ആൻറ്റിമാരുടെ പിള്ളേരാണ്. ഈ ഓടിപ്പോണ കുഞ്ഞു സാധനമില്ലേ, ഇതാണ് ഞങ്ങളുടെ അപ്പൂസ്. അപ്പൂസാണെങ്കിൽ ഭയങ്കര ആക്റ്റീവാണ്. അപ്പൂസാണെങ്കിൽ ക്ലാസ്സൊക്കെ വേണ്ടാന്ന് വെച്ചിട്ടാണ് എൻ്റെ കൂടെ കറങ്ങാനൊക്കെ വരുന്നത്. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് അപ്പൂസിന് കേട്ടോ. അപ്പൂസിന് ഇങ്ങനെ നടക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് അവിടെയുള്ള തേന്മാരിത്തോട്. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് വന്നത് വെള്ളം ഉണ്ടോ നോക്കാനാണ്. വെള്ളം ഉണ്ടോ നോക്കിയിട്ട് ഒന്നുകൂടെ വന്നിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ പോയിട്ട് രണ്ടാമതൊന്നും കൂടെ വന്നതാട്ടോ. അത്യാവശ്യം കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, നല്ല അടിയൊഴുക്ക് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്ത് നമ്മളുടെ ആൻറ്റി അങ്കിളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ പപ്പയുടെ അമ്മയുടെ കൂടെ വന്നാൽ പോലും ഇങ്ങനെ എൻജോയ് ചെയ്യില്ല കേട്ടോ. കാരണം അവരപ്പം തന്നെ ബഹളം തുടങ്ങും, അയ്യോ ഇവിടെ കയറല്ലേ, ഇവിടെ ഇറങ്ങല്ലേ, വെള്ളമാണെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ആൻറ്റി ഞങ്ങൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു റെസ്ട്രിക്ഷനും തന്നില്ല കേട്ടോ. പിള്ളേരൊക്കെ ആണെങ്കിലും വെള്ളത്തിൽ കടന്ന് ഫുൾ കളിയായിരുന്നു. സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് അപ്പൂസായിരുന്നേ. അപ്പൂസ് ഭയങ്കര ബഹളമായിരുന്നു, ഫുൾ ഓടിച്ചാടി വെള്ളത്തിൽ കൂടെയൊക്കെ നടന്ന്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.